ഇതുവരെ ഞാൻ ഇത് അപ്ഡേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ആര് വന്നാലും എനിക്ക് സന്തോഷമാണ്. അല്ല, വന്നില്ലെങ്കിലും അത് അവരുടെ സാഹചര്യം തിരക്കുന്ന കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ വരുമ്പം സന്തോഷം, ഇല്ലെങ്കിലും സന്തോഷമുണ്ട്. അമ്മയിലെ എല്ലാ സഹപ്രവർത്തകരും അറിയുന്നു, അമ്മയ്ക്ക് അടക്കം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ കുടുങ്ങാൻ പോകുന്ന രണ്ട് പേരാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് മമ്മൂക്കയും ലാലേട്ടനാണ്. ഇനി എന്തുകൊണ്ട് എന്ന് പറഞ്ഞുതരാം. ഇത്തവണ ഈ സിനിമാ മേഖലയിലെ ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട്. ഒന്ന്, ഈ സ്ത്രീ മോഹൻലാലിനോടൊപ്പം ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഉണ്ട് കേട്ടോ, പറയലല്ല, ഉണ്ട്. ശരി, ലാലേട്ടൻ്റെ പെങ്ങളായിട്ടുള്ള അമ്മയായിട്ട് അങ്ങനെ പലവിധ വേഷങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. സംഗതി അവിടെ കിടക്കട്ടെ. രണ്ടാമത്, ഒരു കരമന ജനാർദ്ദൻ ചേട്ടൻ്റെ മകൻ, അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നുണ്ട്. മൂന്നാമത്, മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല സുഹൃത്ത് നമ്മുടെ പിഷാരടി. പിന്നീട് വേറൊരു ചങ്ങാതി കൂടി ഉണ്ട്, ഞാൻ ആ മനുഷ്യന്റെ പേര് മറന്നുപോയി. എന്തായാലും നമ്മുടെ സിനിമാ മേഖലയിൽ നിന്ന് അത്യാവശ്യം പേര് ഇപ്പൊ മത്സരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മത്സരിക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് ഇവരെല്ലാവരും പറയുന്നത് മമ്മൂട്ടിയെ കൊണ്ടുവരുന്നതാണ്. മോഹൻലാലിനെ കൊണ്ടുവരുന്നെന്ന് ആരും പറഞ്ഞു കേട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ പെൺകുട്ടി ഇതാ പറയുന്നു, എന്റെ പ്രചാരത്തിന് വേണ്ടിയിട്ട് മോഹൻലാലും മമ്മൂട്ടിയും വന്നെങ്കിൽ അത് നന്നായിരുന്നു എന്നുള്ളത്. എൻ്റെ ഒരു സംശയമാണ് കേട്ടോ. മോഹൻലാൽ മമ്മൂട്ടി ഇത്ര വലിയൊരു ഫാക്ടറാണോ? ഒരു വോട്ടിന്റെ അപാരമായിട്ടുള്ള ഒരു ചേഞ്ചിന്, വോട്ട് ഗംഭീരമായിട്ട് മാറി മറയാൻ മമ്മൂട്ടിയുടെ ഒരു വരവ് കൊണ്ട് സാധിക്കുമോ? ഞാൻ ഇങ്ങനത്തെ സംശയം ചോദിക്കാൻ കാരണം, ഇതിനു മുമ്പ് ഇങ്ങനത്തെ വർത്തമാനം പറയുകയും മറ്റും ചെയ്തത് പിഷാരടിയാണ്. പിഷാരടി പറഞ്ഞത്, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്തേക്ക് മമ്മൂട്ടിയെ കൊണ്ടുവരുന്നതാണ്. എന്തിനാണ് അവിടെ സ്റ്റാച്ചു ഒക്കെ വെക്കാനാ? അല്ല, എനിക്ക് മനസ്സിലാവേണ്ടി ചോദിക്കുക, മമ്മൂട്ടിയെ കൊണ്ടുവരുന്നത് എന്തിനാണ്? മമ്മൂട്ടിയെ കൊണ്ടുവന്നിട്ട് എന്താണ് കാര്യം? സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. ഒരു ലോജിക്കലി നിങ്ങളൊന്ന് ആലോചിക്കുക. പിഷാരടി പറയുന്നു ഞാൻ മമ്മൂട്ടിയെ കൊണ്ടുവരും. ഇപ്പൊ ഈ പെൺകുട്ടിയും പറയുന്നു ഞാനും മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എന്റെ പ്രചാരത്തിന് വേണ്ടി വരണം എന്ന് പറയുന്നു. എന്നാത്തിന്? എന്ത് തേങ്ങയ്ക്ക് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നോക്കിയേ, പിഷാരടി പറഞ്ഞു നോക്കിയേ. വിളിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിച്ചു. അദ്ദേഹം എനിക്കൊരു എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷനുള്ള ഒരാളാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഒരുപക്ഷെ കഴിഞ്ഞ കുറെ നാളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചർച്ചകൾ ചെയ്തിട്ടുള്ളതും ആശയ സംവാദങ്ങൾ നടത്തുന്നതും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എത്രയോ മുഖ്യമന്ത്രിമാരെ അടുത്ത് പരിചയമുള്ള, കഴിഞ്ഞ കുറെ നാളുകളിൽ ഏറ്റവും സജീവമായി ഇവിടെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളാണെങ്കിൽ അതും വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആരെങ്കിലും നിർബന്ധിച്ച് പ്രതിബന്ധനം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, അദ്ദേഹം ഉത്തരം പറയേണ്ട കാര്യമാണ്. എങ്കിലും വിജയിച്ചാൽ, അലി പറഞ്ഞതുപോലെ വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഇദ്ദേഹം പറഞ്ഞത്. വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മമ്മൂക്കയെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും, പാലക്കാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും. എന്തിന് എന്നാണ് എന്റെ ചോദ്യം. ഇയാൾ വിജയിച്ചു കഴിഞ്ഞാൽ ആ പാലക്കാട്ടെ ജനങ്ങൾക്ക് മമ്മൂട്ടിയെ ഒരു ദിവസം കാണാൻ കഴിയും. അപ്പൊ ഇയാളെ വിജയിപ്പിക്കുന്നത് മമ്മൂട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണോ? നമ്മളൊരു ഒരു MLA തെരഞ്ഞെടുക്കുന്നത് എന്തിനാ? നമ്മുടെ നാട്ടിന് പലവിധ ആവശ്യങ്ങളുണ്ടായിരിക്കും. ആ ഒരു മണ്ഡലത്തിൽ പലവിധ ആവശ്യങ്ങളുണ്ടായിരിക്കും. ഈ ആവശ്യങ്ങളെല്ലാം നമ്മളെ റെപ്രസെന്റ് ചെയ്തു പോകുന്ന ഒരാളെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അയാൾ തന്നെ അത് അന്വേഷിക്കും, പലയിടത്തും പോയി എന്തൊക്കെയാണ് ഇവിടുത്തെ മാറ്റങ്ങൾ വരുത്തേണ്ടത്, ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ഇവർ ആലോചിക്കണം കേട്ടോ. അല്ലാതെ സ്വന്തം പോക്കറ്റിലേക്ക് വരുന്ന പൈസ മാത്രം ആലോചിച്ചിരുന്നാൽ പോരാ. ശരി, ഇവന്മാരതൊക്കെ ആലോചിക്കും. ഇത് ആലോചിച്ചിട്ട് അതവിടെ നിയമസഭയിൽ പോയിട്ട് പറയും, ആവശ്യപ്പെടും. ഈ ആവശ്യങ്ങളുടെ ഭാഗമായിട്ട് പിന്നീട് ഇവിടെ ധനമന്ത്രിയും മറ്റൊക്കെ ആ തുകകളൊക്കെ അവരെ നാട്ടിലേക്ക് അനുവദിച്ചു കൊടുക്കും കൃത്യമായിട്ട്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാളെ ജയിപ്പിച്ചു വിടുന്നത്, അല്ലാതെ ഏതെങ്കിലും സിനിമാ നടന്മാരെ കാണാൻ വേണ്ടിയിട്ടല്ല. ഒരു സിനിമാ നടനെ കാണാൻ വേണ്ടിയിട്ട് ഒരാളെ ജയിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ന്യായമായ ചോദ്യം. സംഗതി അവിടെ കിടക്കട്ടെ. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇവരൊക്കെ പ്രചാരത്തിന് വന്നതിൽ എന്താ കാര്യം? നോക്ക്, ധർമ്മജന്റെ പ്രചാരത്തിന് വേണ്ടി പലപ്പോഴും പോയിട്ടുള്ള ഒരാളാണ് ഇയാള്, നമ്മുടെ പിഷാരടി എപ്പോഴൊക്കെ ആരുടെ ഒക്കെ പ്രചാരണത്തിൽ പോയിട്ടുണ്ടോ അവരൊക്കെ നിലം തൊടാതെ പൊട്ടിയിട്ടുണ്ട്.
ഇപ്പതാ അവസാനം പിഷാരടി തന്നെ മത്സരിക്കാൻ ഉറപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. അതെവിടെ എത്തും എന്താവും വലിയ പിടുത്തമൊന്നുമില്ല. എന്തായാലും അയാൾ ഒരു കോൺഗ്രസ്സുകാരനാണ്, പിഷാരടി ഒരു ഉറച്ച കോൺഗ്രസ്സുകാരനാണ്, അസല് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്, ഗംഭീരമായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ്. പക്ഷെ രാഷ്ട്രീയം കളിച്ചും മറ്റും പരിചയമുള്ള ഒരാളല്ല. താഴേക്കുള്ള ജനങ്ങൾക്ക് എന്ത് വേണമെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളാണെന്നുള്ള കാര്യം എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. കഴിഞ്ഞാൽ നന്ന്, അല്ലെങ്കിൽ കുടുങ്ങി എന്നർത്ഥം. ഏതെങ്കിലും സിനിമാ നടന്മാരൊക്കെ ജയിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരേന്ത്യയിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ പോലെ ആയിരിക്കും. അവർക്ക് തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരാണ്ട് പോകും. നാട്ടുകാർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ആ നാട്ടിൽ നിൽക്കുന്ന, ആ നാടിനറിയുന്ന, ആ നാട്ടുകാരുമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ നടത്തി പരിചയമുള്ള വല്ലവന്മാർക്കും വോട്ട് ചെയ്യുകയാണ് എങ്കിൽ അതൊരു വലിയ ഗുണമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ജയിച്ച മമ്മൂട്ടിയെ കാണിച്ചു തരാം, ഞാൻ ജയിച്ച മോഹൻലാലിനെ കാണിച്ചു തരാം, ഞാൻ ജയിക്കാൻ വേണ്ടി മോഹൻലാൽ മമ്മൂട്ടി വരികയാണ്, എനിക്ക് സന്തോഷമായിരുന്നു, അമ്മയത്തെ ആൾക്കാരൊക്കെ എൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിന് വരികയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ജയിപ്പിച്ചു വിട്ടാലേ പൊന്നു മക്കളെ പെട്ടുപോകും. അതുകൊണ്ട് രാഷ്ട്രീയം അറിയുന്ന ആൾക്കാരെ ജയിപ്പിക്കുക. എന്തിനാണ് മത്സരിക്കുന്നതെന്ന് സാമാന്യമായിട്ട് ഒരല്പമെങ്കിലും ബോധമുള്ള ആളുകളെ ജയിപ്പിക്കുക. അല്ലെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയുടെയും മോന്ത കണ്ട് ജീവിക്കേണ്ടി വരും. ബൈ സുഹൃത്തുക്കളെ, ബൈ.